സർ, ഈ ഏകീകൃത പെൻഷൻ പദ്ധതി ഒന്ന് വിശദമാക്കാം. 2024 ഓഗസ്റ്റ് മാസം 24-ാം തീയതി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ഒരു പ്രഖ്യാപനം നടത്തി. അതായത് നിലവിലുള്ള NPS അഥവാ ന്യൂ പെൻഷൻ സ്കീം എന്നറിയപ്പെടുന്ന കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ പദ്ധതിയുടെ സ്ഥാനത്ത് UPS എന്ന പേരുള്ള, അതായത് യൂണിഫൈഡ് പെൻഷൻ സിസ്റ്റം എന്ന പേരിലുള്ള ഏകീകൃത പെൻഷൻ പദ്ധതി നടപ്പാക്കും എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. അതിൻ്റെ ചില കമ്പോണൻസും അദ്ദേഹം അവതരിപ്പിച്ചു. ഡീറ്റെയിൽസ് ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. കാരണം ഇതിന് ഉത്തരവായി ഇറങ്ങുമ്പോഴാണ് നമുക്ക് അതിൻ്റെ മൈക്രോ എലമെൻസുകളെ കുറിച്ച് നമുക്ക് മനസ്സിലാവുക. പക്ഷേ ഇപ്പോൾ നമുക്ക് കിട്ടിയ വിവരങ്ങളനുസരിച്ച് 2025 ഏപ്രിൽ 1 മുതൽ കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് ഈ UPS എന്ന് പറയുന്ന പുതിയ പെൻഷൻ പദ്ധതി നടപ്പാക്കും. യൂണിഫൈഡ് പെൻഷൻ സ്കീം, ഏകീകൃത പെൻഷൻ പദ്ധതി. അപ്പം നിലവിൽ അവരനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ന്യൂ പെൻഷൻ സ്കീമിൽ നിന്നും ഏറെ മാറ്റങ്ങളും വ്യത്യാസങ്ങളും ഗുണങ്ങളും ഉള്ളതാണ് ഇതുവരെ പരിശോധിച്ചപ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം. ഇത് സംസ്ഥാനങ്ങൾക്കും സ്വീകരിക്കാം എന്ന് പറയുന്നുണ്ട്. നിലവിൽ NPS മിക്കവാറും എല്ലാ സംസ്ഥാന NPS തന്നെയാണ്. അതിൽ ആന്ധ്രയാണ് ഒരു വ്യത്യാസം ഉണ്ടാക്കുന്നത്. ആന്ധ്രയാണ് ആദ്യമായിട്ട് ഈ NPSന് പകരമായിട്ട് അവർ പുതിയൊരു സിസ്റ്റം അവിടെ കൊണ്ടുവന്നത്. അപ്പോൾ ആന്ധ്രയുടെ ഈ പെൻഷൻ പദ്ധതികളെ പരിഗണിച്ചിട്ടാണ് കേന്ദ്രം ഇപ്പോൾ ഇത് കൊണ്ടുവന്നിരുന്നത്. TV സോമനാഥൻ കമ്മിറ്റി ആയിരുന്നു ഇതിൻ്റെ ശുപാർശ കൊടുത്തത്. അദ്ദേഹം സെക്രട്ടറി ആയിരുന്നു. ഇപ്പോൾ അദ്ദേഹം ക്യാബിനറ്റ് സെക്രട്ടറി ആയിട്ട് ഇപ്പോൾ അദ്ദേഹത്തെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം കൊടുത്ത ശുപാർശ, അദ്ദേഹം പഠിച്ചത് പല രാജ്യങ്ങളിലെയും പെൻഷൻ സിസ്റ്റം പഠിച്ചു. ഒപ്പം ആന്ധ്രയിൽ നടപ്പിലാക്കിയ പെൻഷൻ സിസ്റ്റത്തെ കുറിച്ച് പഠിച്ചതിന് ശേഷമാണ് ഇങ്ങനെ ഒരു റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് പ്രകാരം ജീവനക്കാർക്ക് പൊതുവിൽ നോക്കിയാൽ നേട്ടങ്ങളാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നിലവിലുള്ള NPSൽ പെൻഷനില്ല, അഷ്വേർഡ് പെൻഷൻ എന്ന സാധനം ഇല്ല ന്യൂ പെൻഷൻ സ്കീമിൽ. എന്നാൽ UPS അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പുതിയ പദ്ധതി 25 വർഷം സർവീസ് പൂർത്തിയാക്കുന്ന ഒരു ജീവനക്കാരന് അവസാനം വാങ്ങിയ ശമ്പളത്തിൻ്റെ പകുതി പെൻഷനായി കിട്ടും. ഇത് നിലവിൽ നമ്മുടെ ഓൾഡ് പെൻഷൻ സ്കീമിലുള്ളതാണ്. പക്ഷെ അവിടെ 30 വർഷം സർവീസ് വേണം. പഴയ പെൻഷൻ സ്കീമിൽ 30 വർഷം, നമ്മുടെ സംസ്ഥാനത്തായാലും 30 വർഷം സർവീസ് ഉള്ളവർക്കാണ് ഈ പറഞ്ഞ അവസാനം വാങ്ങുന്ന ശമ്പളത്തിൻ്റെ പകുതി ലഭിക്കുക. UPS പ്രകാരം 25 വർഷം, NPSൽ ഈ ഒരു നിബന്ധന ഇല്ലായിരുന്നു. കാര്യം പെൻഷൻ ഇല്ലാത്തതിന് ആ ഒരു നിബന്ധന അവിടെ ഇല്ലായിരുന്നു. പക്ഷെ ഇവിടെ 25 വർഷം സർവീസ് പൂർത്തിയാക്കുന്ന ഒരു ജീവനക്കാരന് പകുതി, അതായത് 50,000 രൂപയാണ് ശമ്പളമെങ്കിൽ അദ്ദേഹത്തിന് പെൻഷനായിട്ട് 25,000 രൂപ പെൻഷനായിട്ട് കൃത്യമായിട്ട് എല്ലാ മാസവും കിട്ടും. പിന്നെ മിനിമം പെൻഷൻ ഉറപ്പാക്കിയിട്ടുണ്ട്. അതായത് 10 വർഷം സർവീസ് പൂർത്തിയാക്കുന്ന ഒരാളിന് 10,000 രൂപ മിനിമം പെൻഷൻ UPS ഉറപ്പാക്കും. അതുപോലെ കുടുംബ പെൻഷൻ, ഫാമിലി പെൻഷൻ എന്ന് പറയുന്നത് 60% ഫാമിലി പെൻഷൻ ഉറപ്പാക്കുന്നു. ബാക്കി 40% തുടർന്നുള്ള പെൻഷനിലേക്ക് ഉണ്ട്. ഈ 60% ലംസമായിട്ട് ആ സമയത്ത് എടുക്കാവുന്നതാണ്. ബാക്കി 40% പെൻഷനായിട്ട് കൊടുക്കുകയും ചെയ്യും. ഇതുകൂടാതെ ക്ഷാമാശ്വാസം നിലവിൽ ജീവനക്കാർക്കില്ല. ഈ പെൻഷനാവുന്ന ആളുകൾക്ക് NPS പ്രകാരം DR ഇല്ല. ഇതിൽ DR വ്യവസ്ഥയില്ല. അതായത് സർക്കാർ ജീവനക്കാർക്ക് എത്രയാണോ കൊടുക്കുന്നത് അതേ അളവിൽ അവർക്ക് DR കിട്ടും. ചുരുക്കി പറഞ്ഞാൽ നിലവിലുള്ള NPSൽ നിന്നും വളരെ ആകർഷകമായ ഒരു പദ്ധതിയാണ് ഈ UPS അഥവാ ഏകീകൃത പെൻഷൻ പദ്ധതി എന്ന് പറയുന്നത്. ഇതിൽ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു നടത്തിപ്പെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 10% ഒരു ജീവനക്കാരൻ്റെ ബേസിക് പേയുടെയും DAയുടെയും 10% പിടിക്കും. അതിലിനി വ്യക്തത വരാനുണ്ട്. കാരണം അന്ന് മന്ത്രി പറഞ്ഞ സമയത്ത് പറഞ്ഞത് ഇനി ജീവനക്കാർ കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടതില്ല എന്നുള്ളതാണ്. നിലവിൽ NPS നടക്കുന്നത് 10% ഒരു ജീവനക്കാരൻ അവൻ്റെ ശമ്പളത്തിൽ നിന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യണം, 14% സർക്കാർ കോൺട്രിബ്യൂട്ട് ചെയ്യും. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു കണക്ക്. പക്ഷേ പുതിയ രീതി അനുസരിച്ചിട്ട് അദ്ദേഹം എന്ന് പറഞ്ഞത് ജീവനക്കാർ കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടി വരില്ല. അതായത് ഈ ജീവനക്കാരൻ്റെ ബേസിക് പേയും DAയും കണക്കാക്കി 10% സർക്കാർ ഇടും എന്ന തരത്തിലാണ് പറഞ്ഞത്. പക്ഷേ പിന്നീട് രേഖകൾ കണ്ടപ്പോൾ ജീവനക്കാരെ കണ്ട അതിലൊരു വ്യക്തത ഇനി വരും ദിവസങ്ങൾ വരേണ്ടതുണ്ട്. ഇത് കൂടാതെ 8.5%, അതായത് ഇവരുടെ ബേസിക് പേയുടെയും DAയുടെ അടിസ്ഥാനത്തിൽ 8.5%
കേന്ദ്ര സർക്കാർ നിക്ഷേപിക്കും. ഇത് 2 ഫണ്ടുകളായിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്യുക. ഈ പറഞ്ഞ 10ഉം 8.5. ഈ 10% ഇൻഡിവിജ്വൽ പെൻഷൻ ഫണ്ടെന്നും മറ്റതിനെ ഗ്യാരണ്ടി ഫണ്ടും 8.5%. അങ്ങനെ 2 ഫണ്ടുകളായിട്ടാണ് ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. PFRDയുടെ നിയമത്തിനനുസരിച്ചിട്ട് ഒരു ഡിഫോൾട്ട് മോഡലായിരിക്കും ഇത്. ഇപ്പം നിലവിലുള്ള NPS-ലുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് ജീവനക്കാർക്ക് ഓപ്ഷനുണ്ട്. അതായത് നമുക്ക് ഇഷ്ടമുള്ള ഫണ്ടിലേക്ക് നിക്ഷേപിക്കുക. ഇതെല്ലാം ഷെയർ മാർക്കറ്റിലാണ് പോകുന്നത് ഈ പൈസ മൊത്തം. അല്ല സർക്കാർ വാങ്ങി എവിടെയെങ്കിലും നിക്ഷേപിക്കുന്നതല്ലേ ചെയ്യുന്നത്, ഷെയർ മാർക്കറ്റിലാണ് പോകുന്നത്. ICICI, LIC, SBI പോലുള്ള ഫണ്ട് മാനേജർമാർ, അങ്ങനെ 9 ഫണ്ട് മാനേജർമാരുണ്ട്. ഈ ഫണ്ട് മാനേജർ നിലവിൽ NPS നിയന്ത്രിക്കുന്നത്. പക്ഷേ UPS പ്രകാരം ഇതിന്റെ നിയന്ത്രണം എന്ന് പറയുന്നത് PFRDയുടെ നിയമത്തിന് അനുസൃതമായി ഡിഫോൾട്ട് മോഡലാണ്. എന്ന് വെച്ചാൽ നമുക്കൊരു മിനിമം നമുക്ക് അവിടെ ഉറപ്പാവും. ഇപ്പൊ NPS പറയുന്നത് 15% കിട്ടുമെന്നാണ്. പക്ഷെ 15% താഴെയും പോകാറുണ്ട്. കാരണം ഫ്ലക്ച്വേഷൻ, ഷെയർ മാർക്കറ്റ് ഫ്ലക്ച്വേഷൻ സ്വാഭാവികമായിട്ട് ബാധിക്കും. പക്ഷെ ഇവിടെ ഈ പറഞ്ഞതിലൊരു മിനിമം എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഉറപ്പാക്കുന്നുണ്ട്. അങ്ങനെ 2 വ്യത്യസ്ത ഫണ്ടുകളായിട്ടാണ് ഇദ്ദേഹം സ്വീകരിക്കുന്നത്. മാത്രമല്ല ഇത് ഏറ്റവും കൂടുതൽ ഗുണപ്പെടാൻ പോകുന്നത്, ഈ UPS എന്ന് പറഞ്ഞ സാധനം ഏറ്റവും കൂടുതൽ ഗുണപ്പെടാൻ പോകുന്നത് നിലവിൽ സർവീസ് ഇരിക്കുകയും 2029 വരെ സർവീസ് ഉള്ളവർക്കാണ് ഏറ്റവും കൂടുതൽ ഗുണം വരാൻ പോകുന്നത്. അതായത് അവർക്ക് അവസാനം വന്ന ശമ്പളത്തിന്റെ 50% പെൻഷൻ കിട്ടും. ഇപ്പോഴിത് സ്വീകരിച്ചാൽ എന്താ സംഭവിക്കുക, അവർക്ക് പെൻഷൻ ഇല്ല. NPS തുടരുകയാണെങ്കിൽ പെൻഷൻ ഇറങ്ങി പോകേണ്ടി വരും. അപ്പൊ UPS-ലാണെങ്കിൽ അതിലേക്ക് മാറിക്കഴിഞ്ഞാൽ അവർക്ക് 50% പെൻഷൻ കിട്ടും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു വിശേഷത. എന്നാൽ പുതുതായി സർവീസിൽ കയറുന്ന ആളുകൾക്ക് ഈ 2 ഓപ്ഷനിൽ ഏത് വേണമെങ്കിൽ തിരഞ്ഞെടുക്കാം. വേണമെങ്കിൽ NPS തിരഞ്ഞെടുക്കാം, വേണമെങ്കിൽ അങ്ങനെ ഒരു ഓപ്ഷൻ കേന്ദ്ര സർക്കാർ പറയുന്നുണ്ട്. നിങ്ങൾ UPS-നെ വരണം നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ NPS എന്ത് ചെയ്യാം, തുടരാം, ഇല്ലെങ്കിൽ UPS-ൽ വരാം എന്നുള്ളതാണ്. ഞാൻ അതിൻ്റെ ഒരു ആകർഷകത്വമാണ് ചൂണ്ടിക്കാണിച്ചത്. കാര്യം ഇപ്പോൾ സർവീസിലുള്ളവർക്കും ഇനി ഏതാനും വർഷങ്ങൾ മാത്രം സർവീസ് ഉള്ളവരെ സംബന്ധിച്ചിട്ട് അവർക്ക് ഏറ്റവും ഗുണകരമെന്ന് പറയുന്നത് അടിയന്തരമായി UPS-ലേക്ക് ഷിഫ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലുള്ള സർക്കാർ നേരത്തെ നമ്മൾ പറഞ്ഞ ഗുണങ്ങളെല്ലാം ഇവർക്ക് അത് ലഭിക്കും. മാത്രമല്ല NPS കൊണ്ടുവരുന്നത് വാജ്പേയി സർക്കാരാണ് 2003 ഈ സംഭവം കൊണ്ടുവരുന്നത്. 2004 മുതൽ നടപ്പാക്കി തുടങ്ങി. അപ്പോൾ വാജ്പേയി ചെയ്ത ഒരു തെറ്റ് മോദി തിരുത്തുകയും കൂടെയാണ്. നമ്മൾ മുമ്പൊരു വീഡിയോയിൽ സാറിനോട് നമ്മൾ സംസാരിച്ചിരുന്നു. കാരണം മധ്യവർഗത്തെ, മിഡിൽ ക്ലാസ്സിനെ ചേർത്ത് നിർത്തുന്ന ഒരു സമീപനം മോദി സ്വീകരിക്കുമെന്ന് അദ്ദേഹത്തിന്റെ പല പ്രസംഗങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. അതിൻ്റെ ഒരു റിഫ്ലക്ഷനാണ് ഇപ്പോൾ ഈ UPS-ന്റെ രൂപത്തിൽ വന്നിരിക്കുന്നത്. നമുക്കറിയാമല്ലോ, സർക്കാർ ജീവനക്കാരിൽ ഏറിയ ഭാഗവും മിഡിൽ ക്ലാസ്സുകാരാണ്. അത് കേന്ദ്ര സർക്കാരായാലും ശരി, സംസ്ഥാന സർക്കാരായാലും ശരി. അപ്പോൾ അവരനുഭവിക്കുന്ന വലിയ പ്രതിസന്ധി NPS വന്നതിന് ശേഷം ഈ ജോലി കഴിഞ്ഞ് വെളിയിലിറങ്ങുന്ന സമയത്ത് തുടർന്നുള്ള ജീവിതം ഒരു വലിയൊരു ചോദ്യചിഹ്നമായിരുന്നു. ഈ പഴയ പെൻഷൻ സ്കീമിൽ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പ്രശ്നമില്ലായിരുന്നു. മാത്രമല്ല ഈ പൊതുസമൂഹത്തിന്റെ ഒരു തെറ്റിദ്ധാരണകൾ നമുക്ക് ഇതിൽ നീക്കേണ്ടതായിട്ടുണ്ട്. എന്തിനാണ് പെൻഷൻ കൊടുക്കുന്നത് എന്ന് പലരും ചോദിക്കാറുണ്ട്. ഈ ജീവനക്കാർക്ക്, അത് കേന്ദ്ര ആയിക്കോട്ടെ സംസ്ഥാനം ആയിക്കോട്ടെ, മറ്റാർക്കും കിട്ടുന്നില്ലല്ലോ, ഇവർക്ക് മാത്രം എന്താണ് കൊമ്പുണ്ടെന്ന് ചോദിക്കുന്നുണ്ട്. എവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സർക്കാർ ജീവനക്കാർ എന്ന് പറയുന്ന ജീവനക്കാർ ഉപരി അവർ സേവകരാണ്. ഗവൺമെന്റ് സർവൻസ് എന്നാണ് അറിയപ്പെടുന്നത്. സർക്കാർ സേവകർ. അവർ ചെയ്യുന്ന സേവനത്തിനാണ് അവർക്ക് ഈ ശമ്പളവും തുടർന്ന് പെൻഷനും കൊടുക്കുന്നത്. അപ്പൊ ഈ സേവനം എന്ന് പറഞ്ഞാൽ എന്താ, ഒരു മനുഷ്യൻ ജനിക്കുന്നത് മുതൽ, ഒരു കുഞ്ഞ് ജനിക്കുന്ന പോലെ മരണം വരെ നിരവധി ആവശ്യങ്ങൾക്കായിട്ട് നമുക്ക് സർക്കാരിനെ സമീപിക്കേണ്ടതായിട്ട് വരും. അപ്പൊ സർക്കാരിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് സർക്കാർ ഉദ്യോഗസ്ഥരാണ്. നമ്മളൊരു ബർത്ത് സർട്ടിഫിക്കറ്റ് വേണ്ടി പോയാലും, മരണശേഷമുള്ള വസ്തു എടുക്കുന്നതിൻ്റെ ഒരു ഡെത്ത് സർട്ടിഫിക്കറ്റ് ആയാലും, ഇതെല്ലാം ചെയ്യേണ്ടത് സർക്കാർ ജീവനക്കാരാണ്. അപ്പൊ അവർ ചെയ്യുന്നത് സർവീസാണ്, സർവീസ് ടു ദ നാഷൻ, അല്ലെങ്കിൽ സർവീസ് ടു ദ ഗവൺമെന്റ്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ജനങ്ങളെ സേവിക്കലാണ് ചെയ്യുന്നത്. അപ്പൊ ആ സേവനത്തിനുള്ള പ്രതിഫലം എന്നുള്ള അടിസ്ഥാനത്തിലാണ് അവർക്ക് കൊടുക്കുന്നത് ഈ ശമ്പളം കൊടുക്കുന്നത്. ശമ്പളവും തുടർന്ന് ഈ കാലത്തിന് ശേഷം അവരുടെ വാർദ്ധക്യ ജീവിതം ആരെ ആശ്രയിക്കാതെ നന്നായി ജീവിച്ചു പോകാനായിട്ടാണ് ഒരു പെൻഷൻ കൊടുക്കുന്നത്. അത് സർക്കാരിന്റെ ഒരു കടമയാണ്. സർക്കാരിന് ഇത്രയും കാലം സേവിച്ചതിന് സർക്കാർ കൊടുക്കുന്ന ഒരു ഡിവിഡൻഡ് പോലെ വേണമെങ്കിൽ നമുക്ക് ഈ പെൻഷനെ കുറിച്ച് പറയാം. അപ്പൊ അത് ദീർഘകാലം ഇന്ത്യയിലെ ജീവനക്കാർ അനുഭവിച്ചുകൊണ്ടിരുന്നു. ഈ 2004 മുതൽ ആ സാധനം നഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ ധാരാളം അസംതൃപ്തി ഈ മേഖലയിൽ ഉണ്ടാവുകയും ചെയ്തു. ആ അസംതൃപ്തി മാറ്റുകയും സർക്കാർ ജീവനക്കാരെ കൂടുതൽ സംതൃപ്തരും കൂടുതൽ കാര്യക്ഷമമുള്ളവരാക്കി മാറ്റുക എന്നുള്ള ഒരു ഉദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് നരേന്ദ്രമോദി സർക്കാർ ഇപ്പോൾ ഈ യൂണിഫൈഡ് പെൻഷൻ സിസ്റ്റം എന്ന് പറയുന്ന സാധനം കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിന്റെ ഇനി കേരളത്തിന്റെ പശ്ചാത്തലം എന്ന് കഴിഞ്ഞാൽ, കേരളത്തിൽ ഇപ്പോൾ 2 പെൻഷനുണ്ട്.
സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ ഉണ്ട്, പിന്നെ NPS ഉണ്ട്. നമ്മുടെ നാട്ടിൽ NPS നടപ്പാക്കുന്നത് 2013 2013 ആര്യം ഈ 2004 തുടങ്ങിയതിന് ശേഷം സംസ്ഥാനങ്ങൾക്ക് സമയം കൊടുത്തിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേരാം, വേണമെങ്കിൽ ചേരണ്ടെന്ന് പറഞ്ഞിരുന്നു. പിന്നീട് മൻമോഹൻ സർക്കാരിന് അത് നിർബന്ധമാക്കി. എല്ലാ സംസ്ഥാന സർക്കാരുകളും NPSലേക്ക് മാറണം എന്ന് നിർബന്ധമാക്കിയപ്പോഴാണ് സംസ്ഥാന സർക്കാരിനും അതിലേക്ക് മാറേണ്ടത്. അങ്ങനെ 2013 കേരള സർക്കാർ ജീവനക്കാർക്കും 2013 ഏപ്രിൽ 1 സർവീസിൽ വന്ന എല്ലാ ജീവനക്കാരും ഈ NPSന്റെ പരിധിയിൽപ്പെട്ടു. അപ്പം നേരത്തെ സർവീസിലുള്ളവരുണ്ട്, അവർ ഓൾഡ് പെൻഷനാണ് വാങ്ങുന്നത്. അവർക്ക് കൃത്യമായിട്ട് റിട്ടയർ ആയി കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലുള്ള അവർക്ക് സർവീസിന് ആനുപാതികമായ പെൻഷൻ കൃത്യമായിട്ട് അവർ കിട്ടുന്നുണ്ട്. പിന്നെ പെൻഷൻ കമ്മ്യൂട്ടേഷൻ്റെ തുക അവർ കിട്ടുന്നുണ്ട്, ഗ്രാറ്റുവിറ്റി കിട്ടുന്നുണ്ട്, ഈ സൗകര്യങ്ങളെല്ലാം അവർക്ക് അവിടെ കിട്ടുന്നുണ്ട്. പക്ഷെ NPS റിട്ടയർ ആവുന്നതിന് ഈ ഗുണങ്ങളൊന്നും കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ 2016 പിണറായിയുടെ സർക്കാരിൻ്റെ ആദ്യ ടേം ഉണ്ടല്ലോ, ആ സമയത്ത് അവരുടെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിരുന്നത് ഞങ്ങൾ ഇതിനെ സ്ക്രാപ്പ് ചെയ്യും, ഇതിനെ ന്യൂ പെൻഷൻ സ്കീമിനെ നമ്മൾ സ്ക്രാപ്പ് ചെയ്യും, എന്നിട്ട് എല്ലാ ജീവനക്കാർക്കും OPS ഓൾഡ് പെൻഷൻ സ്കീം അഥവാ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ കൊണ്ടുവരുമെന്ന് പറഞ്ഞിരുന്നു. ഒരു ടൈം പൂർത്തിയായിട്ട് അദ്ദേഹം ഭരിച്ചു, ഒന്നും സംഭവിച്ചില്ല. മറിച്ച് ആ സമയത്ത് ജീവനക്കാർ തൃപ്തിപ്പെടുത്തത് ഒരു ശമ്പള പരിഷ്കരണം കൊടുത്തുകൊണ്ടായിരുന്നു. 2019 ഒരു ശമ്പള പരിഷ്കരണം കൊടുത്താണ് അവരെ സംതൃപ്തരാക്കിയത്. പക്ഷേ അതിൻ്റെ ഗുണം ഇതുവരെ കിട്ടിയിട്ടില്ല. അത് നമ്മൾ ചർച്ച ചെയ്തതാണ്. അതിൻ്റെ പരിഷ്കരണത്തിൻ്റെ ആനുകൂല്യം അത് വിർച്വലായിട്ട് നിൽക്കുകയാണ്. ആ പൈസ ജീവനക്കാരൻ്റെ കൈകളിൽ എത്തിയിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു രസകരമായ വസ്തുത എന്ന് പറയുന്നത്. അതങ്ങനെ അദ്ദേഹം അതിജീവിച്ചു പോയി. അപ്പോൾ സംസ്ഥാന സർക്കാർ ജീവനക്കാർ പ്രതിഷേധം ആരംഭിച്ചു. കാരണം അവർ പല രൂപത്തിൽ ഈ പഴയ പെൻഷൻ വേണമെന്ന് ആഗ്രഹിച്ചപ്പോൾ ഒരു കമ്മിറ്റി അദ്ദേഹം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു ഇതിനെക്കുറിച്ച് പഠിക്കാനായിട്ട്. അങ്ങനെ ആ കമ്മിറ്റി പഠിച്ച് ഒരു റിപ്പോർട്ട് കൊടുത്തു. ആ റിപ്പോർട്ടിൽ പഴയ പെൻഷനാണ് നല്ലതെന്നാണ് റിപ്പോർട്ട് കൊടുത്തതാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. കാര്യം അത് പബ്ലിക് ഡൊമൈനിൽ വരാത്തത്തോളം കാര്യം നമുക്ക് അതിനെക്കുറിച്ച് ആദ്യമായിട്ട് പറയാൻ കഴിയില്ല. പക്ഷേ നമുക്ക് ചില സംഘടനാ നേതാക്കളിൽ കിട്ടുന്ന വിവരം അനുസരിച്ചിട്ട് അതിൽ പഴയ പെൻഷൻ സ്കീമിലേക്ക് മടങ്ങണം എന്ന റിപ്പോർട്ടാണ് കൊടുത്തത്. അത് കിട്ടിയപ്പോൾ വീണ്ടും എന്ത് ചെയ്യുന്നറിയാമോ, അതിനെ പതിയെടുത്ത് ഉള്ളിൽ വെച്ചു. മനസ്സിലായില്ലേ? കാരണം അത് അപകടമാവും, ഇത് വെളിയിൽ നിന്ന് ഞാൻ അപകടമായി പോകും. അപ്പോൾ അതുകൊണ്ട് മിണ്ടായിരുന്നു. എന്നിട്ട് ഈ റിപ്പോർട്ടിനെ കുറിച്ച് പഠിക്കാൻ വേറൊരു 3 അംഗ സമിതി വെച്ചു. ഏത് നേരത്തെ കൊടുത്ത ഇദ്ദേഹം തന്നെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ആ റിപ്പോർട്ടിനെ കുറിച്ച് പഠിക്കാൻ പുതിയൊരു 3 അംഗ സമിതി അവരിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെന്നത്തെ ഈ പഠിച്ചിരുന്ന ഈ പഠനത്തിന്റെ ഇടയിലാണ് മോദി ഒരു പണി കൊടുത്തത്, ഏകീകൃത പെൻഷൻ പദ്ധതി. ഇനിയിപ്പോൾ അവിടെ മൊറോളി വരും, ജീവനക്കാരന് മൊറോളി കൂട്ടും. കാരണം ഞങ്ങൾക്ക് ഒന്നുകിൽ ഏകീകൃത തരണം, ഇല്ല നമുക്ക് ഓൾഡ് തരണം എന്ന് പറഞ്ഞ് എൻ്റെ പേര് ബളം തുടങ്ങും. ഇദ്ദേഹത്തിന് മാറി നിൽക്കാൻ കഴിയില്ല. കാരണം എത്ര കാലം ഇത് മുന്നോട്ടുണ്ടോയെന്ന് അറിയാൻ പറ്റില്ല. മാത്രമല്ല ഈ നമ്മുടെ സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ 8,03,411 കോടി രൂപ NPSൽ കിടക്കുന്നുണ്ട്. അതിൽ നിന്ന് 1,775 കോടി രൂപ കടം എടുത്തു കഴിഞ്ഞാണ് സർക്കാർ. എവിടെ നിന്നൊക്കെ കടം എടുക്കാൻ പറ്റുമോ അവിടെ നിന്ന് കടം എടുത്തു. അങ്ങനെ ഏതാണ്ട് 1,775 കോടി രൂപ ഈ ഫണ്ടിൽ നിന്ന് എടുത്തിരിക്കുകയാണ്. എന്നിട്ട് ഇതിലേക്ക് ഓൾഡ് പെൻഷൻ സ്കീമിൽ മാറണമെന്ന് പറഞ്ഞപ്പോൾ സർക്കാർ എന്ന് പറഞ്ഞ ന്യായം, അത് നമ്മൾ പിന്മാറി കഴിഞ്ഞാൽ ഇട്ട പണം കിട്ടുമോ എന്നൊരു സംശയം ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ എങ്ങനെ കടമെടുത്തത്? ഈ 1,775 കോടി രൂപ കടമെടുത്തത് എങ്ങനെയാണ്? ആയിക്കോട്ടെ, അല്ല ഇങ്ങനെ ചില ന്യായമായ ചോദ്യങ്ങൾ ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാമല്ലോ. അപ്പോൾ അദ്ദേഹം അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞുകൊണ്ട് നിർത്തി. ഇപ്പോ ബാലഗോപാൽ പറയുന്നത് ഏകീകൃത പെൻഷൻ പദ്ധതിയെക്കുറിച്ച് ഞങ്ങൾ പഠിക്കും. അതായത് നേരത്തെ ഒരു 3 അംഗ സമിതി പഠിച്ചുകൊണ്ടിരുന്ന കൂടാതെ നമ്മൾ പഠിച്ചിട്ട് ഇതൊന്നും അല്ലാത്ത സ്വതന്ത്രമായി ചെയ്യാൻ പറ്റുമോ നമ്മൾ ആലോചിക്കുമെന്നാണ് പറയുന്നത്. കേരളത്തിന്റെ അത് തന്നെ, കേരളത്തിന്റെ മാതൃക. എല്ലാം നമ്മൾ കേരളത്തിലെല്ലാം വ്യത്യസ്തമാണല്ലോ. അതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കും. കെ പെൻഷൻ. അപ്പൊ നമ്മൾ കെ പെൻഷൻ എന്ന രീതിയിൽ നമ്മളൊരു പുതിയൊരു സാധനത്തിന് വേണ്ടി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പഠനം പൂർത്തിയാവുന്ന നിലയ്ക്ക് നമ്മൾ ഇവർക്ക് പെൻഷൻ കൊടുക്കും എന്നാണ് പറയുന്നത്. കേന്ദ്ര സർക്കാരിന് 23 ലക്ഷം ജീവനക്കാരാണ് ഉള്ളത്. അതിലിപ്പോൾ കഴിഞ്ഞ ദിവസം വാർത്ത വന്നത് ഇന്ത്യൻ റെയിൽവേയിലുള്ള ഏതാണ്ട് ജീവനക്കാർ ഇപ്പോൾ തന്നെ ഓപ്ഷൻ ഫോം കൊടുത്തു കഴിഞ്ഞു UPSലേക്ക് മാറാനായിട്ട്. ഞാൻ നേരത്തെ 2029 റിട്ടയർ ആവുന്നവർക്ക് ഭയങ്കര ഗുണകരമായ ഒരു സാധനമാണ്. അതുകൊണ്ട് തന്നെ വ്യാപകമായിട്ട് ഇന്ത്യൻ റെയിൽവേയിലെ അതിൻ്റെ റിഫ്ലക്ഷൻ വന്നു തുടങ്ങി. സ്വാഭാവികമായിട്ടും വരും ദിവസങ്ങളിൽ മറ്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് അത് വരും. സ്വാഭാവികമായിട്ടും കേന്ദ്ര സർക്കാർ ജീവനക്കാർ ഇതിൽ ഹാപ്പിയാണ് ഈ UPSന്റെ കാര്യത്തിൽ. അത് കണ്ട് സ്വാഭാവികമായിട്ടും ഇവർക്കും ഇവിടെയുള്ള NPSൽ ഇപ്പം നിലവിൽ 2.25 ലക്ഷം ജീവനക്കാർ ഇപ്പോൾ NPSൽ പെടുന്നവരാണ് നമ്മുടെ ഇപ്പോൾ കേരളത്തിലുള്ളത്. മൊത്തം 5.4 2.4 അവരാണ്. 3 ലക്ഷമാണ് ഇപ്പോൾ OPSലുള്ള ആളുകൾ. ഇത് NPS കൂടി വരെയുള്ളൂ. മറ്റേ റിട്ടയർ ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇവിടെ കൂടി വരും. സ്വാഭാവികമായിട്ടും അവരുടെ റിട്ടയർമെന്റിന് ശേഷമുള്ള ജീവിത സുരക്ഷ ഉറപ്പാക്കേണ്ടത് സംസ്ഥാന സർക്കാരിന്റെ കടമ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ UPS പറഞ്ഞ സ്കീമിലേക്ക് കേന്ദ്ര സർക്കാർ അടിയന്തരമായിട്ട് സംസ്ഥാന സർക്കാർ മാറേണ്ടി വരും. ഇല്ല ഏത്
അല്ല, അവരിതൊന്നും ബാധിക്കുന്നതല്ല. കാര്യം അവർ ഓഫീസിൽ വരുന്നില്ല. അവരുടെ പെൻഷൻ, അവരുടെ ഈ പറഞ്ഞ മരണവും അതിനുശേഷം മരണാനന്തരം കുടുംബ പെൻഷൻ അവർ കിട്ടിക്കൊണ്ടിരിക്കുക. അതിലൊന്നും യാതൊരു തടസ്സങ്ങളും ഇല്ല. ഇത് ഈ പുതിയ പെൻഷൻ പദ്ധതിയിലുള്ള 2013 ശേഷം സർവീസിൽ വന്ന ജീവനക്കാരെ സംബന്ധിച്ചിട്ടാണ് ഈ വിഷയങ്ങളെല്ലാം ഉള്ളത്. അവർക്ക് നിലവിൽ പെൻഷൻ ഇല്ല. കാരണം ഈ റിട്ടയർ ആകുമ്പോഴത്തേക്ക് ഇട്ട തുക എത്രയോ അതിന്റെ നിങ്ങൾക്ക് ഒരു 60% പിൻവലിച്ചുകൊണ്ട് പോവാം. തീർച്ചയായിട്ടും വലിയ ആശ്വാസമാണ്. കാരണം പെൻഷൻ കിട്ടില്ല എന്ന് കരുതിയിരുന്നവർക്ക് ഒരു ലോട്ടറി അടിച്ചാൽ പോലെയാണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അതിന്റെ ഒരു ഗുണം ഇവർ കിട്ടും. മാത്രമല്ല, ലംസമായിട്ട് അവസാനം പണം പിൻവലിക്കാനുള്ള അവസരം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് UPSൽ, ഗ്രാറ്റുവിറ്റി കൂടാതെ. അപ്പൊ അതുകൊണ്ട് തന്നെ പെൻഷൻ കമ്മ്യൂട്ടേഷൻ മാത്രം ഇല്ല എന്നുള്ളത് കാര്യം. ഓൾഡ് പെൻഷൻ സ്കെയിൽ തന്നെ അതിനുള്ള സാധ്യതയില്ല. മറിച്ച് ഈ രണ്ടും, ഈ ലംസമായിട്ട് പണം പിൻവലിക്കാനും അതുപോലെ തന്നെ ഗ്രാറ്റുവിറ്റിയും ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ആകർഷണവശം. ഒരു കാര്യം എന്ന് പറയുന്നത്, മനഃപൂർവ്വം അല്ലെങ്കിൽ കൂടി ഒരു നിഷ്കളങ്ക പാരയാണ് നമ്മുടെ സർക്കാരിന് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും പാരഞ്ഞിന്റെ നല്ല ഒന്നാന്തരം പാരയാണ്. കാരണം ഇദ്ദേഹം ഒരു ഇലക്ഷനിൽ ഈ പേര് വെച്ച് സർക്കാർ ജീവനക്കാരെ വോട്ട് വാങ്ങി. ഈ രണ്ടാമത്തെ ഇലക്ഷനിൽ, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്ത് ചെയ്തു? ഇവർ തിരിച്ചു പണി കൊടുത്തു സർക്കാർ ജീവനക്കാർ. കാരണം ഒന്നും കിട്ടാനില്ലല്ലോ. DA പെൻഡിങ് ആണ് അനിയന്ത്രിതമായി. പിന്നെ ശമ്പള വർഷം കുടിശ്ശിക കൊടുത്തിട്ടില്ല. പുതിയ ജീവനക്കാർ, ഈ 2.25 ലക്ഷം വരുന്ന ആളുകളുടെ കുടുംബം ഈ പറഞ്ഞതുപോലെ സർക്കാരിനെതിരായി. അപ്പൊ ഇനി എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒളിച്ചു കളിക്കാൻ പറ്റില്ല. പിണറായിക്ക് ഒളിച്ചുകളി മതിയാക്കി ഈ കാര്യത്തിൽ തീരുമാനം പറയേണ്ടി വരും. ഇല്ലെങ്കിൽ ചിലപ്പോൾ ഇദ്ദേഹം മാറ്റിവെക്കുന്ന അടുത്ത ഇലക്ഷന് മുമ്പായിട്ട് അജണ്ടയായിട്ട് വീണ്ടും വയ്ക്കാമെന്നായിരിക്കും ചിലപ്പോൾ മാനിഫെസ്റ്റോയിൽ. ഞങ്ങൾ ഇത് നടപ്പാക്കി തരാം, സാറ് പറഞ്ഞാൽ K പെൻഷൻ പുതിയൊരു സാധനം ഉണ്ടാക്കി അത് നടപ്പിലാക്കുമെന്ന് പറയുന്നതായിരിക്കും. എന്തായാലും സംസ്ഥാന സർക്കാരിൽ ഇപ്പോൾ ജോലി ചെയ്യുന്ന ന്യൂ പെൻഷൻ സ്കീമിൽപ്പെട്ട ജീവനക്കാർക്ക് അടിയന്തരമായി ഈ പറഞ്ഞ ഇതിൽ ഏതെങ്കിലും ഒന്നിൽ കേരള സർക്കാർ മാറേണ്ടി വരും. അത് എത്രയും പെട്ടെന്ന് മാറിയാൽ അത്രയും നല്ലത് എന്നുള്ളതാണ്.